എൻ്റെ പേര് ഷോൺ വർഗീസ്. ഇലിറ്റ് ലേണിംഗിന്റെ കോ ഫൗണ്ടർ ആൻഡ് ഡയറക്ടറാണ്. ഇലിറ്റ് ലേണിംഗ് എന്ന് പറയുന്നത് കേരളത്തിലെ എക്സ്ക്ലൂസീവ് CPA USA പ്രൊവൈഡറാണ്. ഞങ്ങളൊരു 6 month ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തിട്ട്. വൺസ് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു വെബ്സൈറ്റ് വേണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ ടീമിന്റെ അടുത്ത് നമ്മൾ കണക്ട് ചെയ്തു. ബട്ട് അവരുടെ കയ്യിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു ഫൈനൽ റിസൾട്ട്, അല്ലെങ്കിൽ ഫസ്റ്റ് മീറ്റിംഗിന് ശേഷം നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ട്, അവരുടെ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ മീറ്ററിന് എത്തുവരായിരുന്നു. അപ്പോഴാണ് ബാസിദിന്റെ ഫ്രണ്ട് ഫഗദ് വഴി ഞങ്ങൾ ഫെഡ്ജിക്സിനെ കുറിച്ച് അറിയുന്നത്. ഫെഡ്ജിക്സിനെ കുറിച്ച് അറിഞ്ഞു, അവരുടെ കുറച്ച് വർക്കുകളൊക്കെ കണ്ടു. നമ്മളന്ന് അവരെയും കൂടെ കണക്ട് ചെയ്തേക്കാമെന്ന് ഓർത്ത് ഞാനും ബാസിദ് എന്ന് പറഞ്ഞാൽ എന്റെ കോ ഫൗണ്ടറാണ്. ഞങ്ങൾ രണ്ടും കൂടെ വന്ന് ഫസ്റ്റ് മീറ്റിംഗ് നടത്തി നമ്മുടെ റിക്വയർമെന്റ് കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് ഇന്ന സ്പെസിഫിക്കേഷൻ, ഇന്ന കാര്യത്തിൽ, ഇന്ന രീതിയിലാണ് നമുക്ക് വെബ്സൈറ്റ് വേണ്ടേ. ഞങ്ങൾ കുറെ ഡെമോയും കാര്യങ്ങളും കാണിച്ചു. അതിനനുസരിച്ച് അവർ ഒരു 1 week 2 week എടുത്ത് ഒരു ഡെമോ ഞങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തു തന്നു. ആ ഡെമോ നമ്മൾ കണ്ടു. ബാക്കിയുള്ളവർ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നതിനേക്കാളും വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു നമ്മൾ ആ ഡെമോ കണ്ടപ്പോഴും. ഞങ്ങൾ അന്നേരം തീരുമാനിച്ചു വന്നാൽ ഇവരെ ഏൽപ്പിക്കാം. ഇവര് ഇതിന് ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ക്രിയേറ്റർ ആയിരിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ ഇവരെ ഏൽപ്പിച്ചു. വെബ്സൈറ്റിനെ കുറിച്ചുള്ള കുറെ ഡീറ്റെയിൽസ് നമ്മൾ പറയും. പക്ഷേ അത് ക്രിയേറ്റ് ചെയ്ത് വന്നു കഴിയുമ്പോൾ അത് എങ്ങനെ വരുമ്പോഴാണ് അത് കുറച്ചുകൂടെ നല്ലത്, ഇപ്പൊ നമുക്ക് കാണാനായിട്ട് കുറച്ചുകൂടെ നല്ലത് എങ്ങനെയാണെന്ന് നമുക്ക് ഫെഡ്ജിക്കിന്റെ ടീം തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് ഇന്ന രീതിയിൽ വന്നാൽ, ഇന്ന ഒരു ആംഗിളിൽ വന്നാൽ ഇത് വളരെ നന്നായിരിക്കുമെന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അന്നേരം അവരുടെ ഒരു അഡ്വൈസും അവരുടെ ഒരു കോർപ്പറേഷൻ കാര്യങ്ങളും എല്ലാം കൂടി വന്നിട്ടുണ്ട്, നമ്മുടെ ഈ വെബ്സൈറ്റ് ക്രിയേഷനിൽ വന്നിട്ടുണ്ട്. ദെൻ അറ്റ് ദി എൻഡിൽ നമുക്ക് വേണ്ട രീതിയിൽ എക്സാക്ട് ആയിട്ട് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് അവർ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. ദെൻ ഇനി നമുക്ക് എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് ആ വെബ്സൈറ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഫർദർ ആയിട്ടുള്ള ചേഞ്ചുകൾ വരണമെന്നുണ്ടെങ്കിൽ ആ ചേഞ്ചുകൾ വരുത്താമെന്നുള്ള രീതിയിലുള്ള ഒരു വെബ്സൈറ്റും കൂടിയാണ് ക്രിയേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. ഇപ്പം ഞങ്ങൾ പല മീറ്റിങ്ങും ഫെഡ്ജിക്സിലെ ടീമുമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ G-Meet ആണെങ്കിലും ഫേസ് ടു ഫേസ് ആണെങ്കിലും എല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഞാനിപ്പോൾ ഫെഡ്ജിക്സിന്റെ ഓഫീസിലാണ് വന്നിരിക്കുന്നത്. ഒരു ഫൈനൽ ആയിട്ടുള്ള ഒരു മീറ്റിംഗിലും ഒരു ഫസ്റ്റ് നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിരുന്നു. അതിലുള്ള ചെറിയൊരു അപ്ഡേഷൻ കാര്യങ്ങൾ വരാനായിട്ട് ഇപ്പോൾ നമ്മൾ അവരുടെ ഫെഡ്ജിക്സിന്റെ ഓഫീസിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തതിലും ഒരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് തരുന്നതിലും, നമ്മുടെ ഒരു കമ്പനിയിലെ ഒരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് തന്നതിലും അവര് വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി എന്റെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഒരു കമ്പനിയോ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യണോ എന്നുണ്ടെങ്കിലോ അവരിപ്പോ എന്നോട് ആരെങ്കിലും അറിയാവുന്നവരെ ചോദിക്കുവാണെങ്കിൽ ഞാൻ ഫെഡ്ജിക്സിനെ തന്നെ എന്ത് ചെയ്യുള്ളൂ, റെക്കമെൻഡ് ചെയ്യുള്ളൂ.